ചാടി ചെയ്ത ഒരു കാര്യമാണ്. എടുത്തു ചാടി എന്നെ പറയാൻ പറ്റുള്ളൂ. എടുത്തു ചാടി എന്നെ ഓർക്കട്ടെ, എൻ്റെ മക്കളെ ഓർക്കായിരുന്നു. എൻ്റെ മക്കളെ ഓർക്കാണ്ട് ചെയ്ത കാര്യമാണ്. എനിക്ക് മക്കളെ നമ്മൾ അവളുടെ അടുത്ത് വിട്ടിട്ട് പോവുകയാണല്ലോ, അല്ലെങ്കിൽ അവർക്കുള്ള ഉത്തരവാദിത്തങ്ങൾ ഞാനൊന്നും ചെയ്തിട്ടില്ല. ചെറിയ പ്രായത്തിൽ തന്നെ ഭർത്താവ് വിട പറഞ്ഞു പോകുന്നത് ഒരു യുവതിക്കും ജീവിതത്തിൽ താങ്ങാൻ പറ്റാത്ത ഒരു കാര്യമാണ്. മരണത്തിൽ കൂടെയുള്ള ഈ വേർപിരിയൽ ഉണ്ടാകുമ്പോൾ അത് ഹൃദയത്തിൽ വളരെ ആഴത്തിലുള്ള ഒരു മുറിവ് തന്നെ ആയി എന്നും അവശേഷിക്കും. പ്രത്യേകിച്ചും സ്വന്തമായിട്ട് ജോലിയൊന്നുമില്ലാതെ ഭർത്താവിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണാകുമ്പോൾ ജീവിതം മുമ്പോട്ട് പോകാതെ വഴിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ, എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം, കൂടെ 5 മക്കളെ കൂടി നോക്കേണ്ട ഒരു ചുറ്റുപാട്. ഈ മക്കളുടെ കാര്യം ഇനി ഇവർ ഒറ്റയ്ക്ക് നോക്കേണ്ട ഒരു അവസ്ഥ. അങ്ങനെ ഒരു അവസ്ഥയിലൂടെ ഒരു യുവതി കടന്നു പോകുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഒറ്റയ്ക്കാക്കി പോകുന്നവർക്കറിയില്ലല്ലോ അവരുടെ വേദനയുടെ ആഴം. ഷജിത ഷാജി എന്നാണ് പുള്ളിക്കാരിയുടെ ചാനലിൻ്റെ പേര്. ഇനി എന്താണ് നടന്നതെന്ന് പറയാം. 14 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 2009 ആണ് ഷാജിതയുടെ കല്യാണം നടന്നത്. ഇവർ ആദ്യം വാടക വീട്ടിലായിരുന്നു താമസം. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയിരുന്നു. അതുപോലെ തന്നെ ഷാജിതയുടെ ഭർത്താവിന് ചിപ്സ് കച്ചവടമായിരുന്നു. വലിയ ലാഭമൊന്നും കിട്ടിയിരുന്നുമില്ല. അത് കാരണം ഇടയ്ക്കിടെ കടകൾ മാറേണ്ടി വന്നു. കടവും കയറാനായിട്ട് തുടങ്ങി. പുള്ളിക്കാരൻ പക്ഷേ എങ്ങനെയൊക്കെയോ പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിച്ചു. പിന്നീട് കടങ്ങൾ കൂടിയപ്പോൾ ഷാഹിദയ്ക്ക് കല്യാണത്തിന് കിട്ടിയ ആഭരണങ്ങൾ വരെ വിൽക്കാൻ തുടങ്ങി. അങ്ങനെ എങ്ങനെയൊക്കെയോ കടങ്ങളൊക്കെ വീട്ടി പിന്നെയും ഈ ബിസിനസ് വിട്ടു പോകാതെ ഇതേ ബിസിനസ്സിനിറങ്ങി. അതായത് ഒരു തവണ ശ്രമിച്ചിട്ട് രക്ഷപ്പെട്ടില്ലെങ്കിലും ബിസിനസ് മാറാനായിട്ട് താല്പര്യമില്ലാത്തത് കൊണ്ട് അതേ ബിസിനസ് പിന്നെയും തുടങ്ങി. പിന്നീടും ബിസിനസ് പച്ച പിടിച്ചില്ല. പിന്നെ കുറച്ചു കാലം കോയമ്പത്തൂരിൽ പോയി ബിസിനസ് ചെയ്യാമെന്ന് കരുതി കോയമ്പത്തൂരിലോട്ട് പോയി. കുറേ കാലം കോയമ്പത്തൂരിലായിരുന്നു താമസം. അവിടെ പോയും ചിപ്സ് കച്ചവടം തുടങ്ങിയെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ഷാഹിദയ്ക്ക് വളരെയേറെ ദുരിതമായിരുന്നു കോയമ്പത്തൂർ ജീവിതം. എപ്പോഴും അടച്ചിട്ട മുറിയിലെ ജീവിതവും തുടരെയുള്ള പ്രസവവും ഷാജിദയെ തളർത്തി. പിന്നെ അവർക്ക് ഫാമിലിയിൽ നിന്നും കിട്ടിയ സപ്പോർട്ടും വളരെ കുറവായിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾക്ക് കേട്ടിട്ട് മടങ്ങി വരാം. കുടുംബത്തിനുള്ള എന്താ പറയാ, ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ ഏട്ടനനിയന്മാരും ബാക്കിയുള്ളവരുടെയും ഒക്കെ കാര്യങ്ങളും കൂട്ടിപ്പെടുത്തും. അവരുടെ ആ ഒരു യോജിപ്പ് കാണുമ്പോൾ പണ്ടത്തെ ആൾക്കാർക്ക് അതൊന്നും ഇല്ല. കൂടപ്പിറപ്പുകളാണെന്നോ അല്ലെങ്കിൽ നമ്മളെ സഹായിച്ചവരാണെന്നോ ഒത്തൊരുമ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എല്ലാവരുടെയും കണ്ണടച്ച് വിശ്വസിക്കും. എല്ലാവരുടെ കാര്യങ്ങളിലും ഇടപെടും. എല്ലാവർക്കും എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ലാസ്റ്റ് കൊണ്ട് എനിക്കും മക്കൾക്കും ഒന്നും ഇല്ലാതെ ചെയ്യാതെ പറഞ്ഞാൽ നോക്കാണ്ടിരിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല കേട്ടോ. ഞാൻ കല്യാണം കഴിഞ്ഞ മുതൽക്ക് നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്. കുഴപ്പങ്ങളൊന്നുമില്ല. കുടുംബത്തിലുണ്ടാവണ അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. എല്ലാം സഹിച്ചും ക്ഷമിച്ചും കൂടെ സപ്പോർട്ടായിട്ടുണ്ട്. ഇത്ര വർഷമായി അറിയോ? 14 വർഷം ഞാൻ വാടകയ്ക്ക് നിന്നിട്ടുണ്ട്. ഓരോ വീട് മാറുമ്പോഴും നമ്മളെ എന്താ പറയുക, വാടകയ്ക്ക് ഇരിക്കുന്നവർക്കറിയാം ആ വാടക വീട് മാറുന്നതിൻ്റെ കഷ്ടവും കാര്യങ്ങളും എല്ലാം വാടകയ്ക്ക് ഇരിക്കുന്നവർക്കറിയാം. അങ്ങനെ അവിടത്തേക്ക് ബിസിനസ് പൊളിഞ്ഞ് കട എത്ര ഇട്ടിട്ടുണ്ടെന്ന് തന്നെ എനിക്ക് തന്നെ അറിയില്ല. എനിക്കിന്നെ ഓർമ്മയില്ല സത്യം പറഞ്ഞാൽ. അത്രയും കടകൾ ഇട്ടിട്ടുണ്ട്. പിന്നെ പറഞ്ഞ ഒരു കേക്കില്ല. ആളുടെ ഇഷ്ടത്തിന് കട ഇടും. നമ്മൾ പറയും ബിസിനസ് പൊളിയുമ്പോൾ നമ്മൾ പറയാൻ വേണ്ട, പിന്നെ എന്തെങ്കിലും വർക്കിന് പോവാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കാം എന്ന് പറഞ്ഞാലും കട എന്നുള്ള ഒരു ഇതിലേക്ക് ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ചിലർ ചെയ്യുന്ന ബിസിനസ്സിൽ എത്ര തന്നെ പൊട്ടിയാലും അവിടെ തന്നെ പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കും. ഈ തൊഴിൽ വിട്ടുപോകാൻ അവർ തയ്യാറാവുകയുമില്ല. വേറെ എന്തെങ്കിലും ജോലിക്ക് പോകാനായിട്ട് പറഞ്ഞാൽ അവർക്ക് എപ്പോഴും ഉള്ളൊരു മറുപടി എന്താണെന്ന് പറഞ്ഞാൽ ചെയ്ത തൊഴിൽ തന്നെ ചെയ്ത് മുമ്പോട്ട് പോകാനാണ്, വേറെ ഒരു തൊഴിലും അറിയില്ല എന്നാണ് അവർ പറയുന്നത്. പിന്നീട് കടത്തിന് മുകളിലോട്ട് കടങ്ങളൊക്കെ കയറുകയും ചെയ്യും.
കാരണം പറ്റാത്ത കാര്യങ്ങൾ അത് തന്നെ ചെയ്യുമെന്ന് വാശിയുള്ള കൂട്ടരാണ് ഇതുപോലെ ഉള്ളവർ. ആദ്യമേ ഇവിടെ ഷാജിദയുടെ ഭർത്താവ് ഇങ്ങനെ ഇതിൽ നിന്ന് മാറി വേറെ എന്തെങ്കിലും ശ്രമിച്ചു വരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇതുപോലെയൊന്നും സംഭവിക്കുകയില്ലായിരുന്നു. പിന്നീട് കടമൊക്കെ കയറി പിടിച്ചു നിൽക്കാൻ കഴിയാതായപ്പോൾ പുള്ളി ആ ജോലി വിട്ടു. പക്ഷേ കാര്യങ്ങളൊക്കെ അപ്പോഴേക്കും കൈവിട്ട് പോയിരുന്നു. എപ്പോഴും ഈ കടബാധ്യതകൾ അങ്ങനെയാണല്ലോ, ചിന്തിച്ചിട്ടൊക്കെ ഒരു തീരുമാനമൊക്കെ എടുത്ത് അത് പ്രവർത്തിക്കാനായിട്ട് അതനുസരിച്ചിട്ടൊക്കെ ചെയ്യാൻ നോക്കുമ്പോഴേക്കും വളരെയധികം കാര്യങ്ങൾ കൈവിട്ട് പോയി കാണും. പിന്നെ പകച്ച് നിൽക്കാനുള്ള ഒരു സാഹചര്യമായിരിക്കും. കാരണം ഈ ഷാഹിദയുടെ ഭർത്താവും അതുപോലെ തന്നെ ഫിനാൻസ് കമ്പനികളിൽ നിന്നും ഒരുപാട് ലോണൊക്കെ എടുത്തിരുന്നു. കാരണം ലോണൊക്കെ എടുത്താൽ അതിൻ്റെ പലിശ തിരിച്ചടയ്ക്കാൻ അടവൊക്കെ മുടങ്ങിയാൽ പലിശയ്ക്ക് പുറത്ത് പലിശയും ഒക്കെ ആകെ കൂടെ ഒരു കരകയറാൻ പറ്റാത്ത ഒരു വലിയൊരു കുഴിയാണ് ഈ കടക്കെണി എന്ന് പറയുന്നത്. അപ്പോൾ അവർ വന്നിട്ട് കോയമ്പത്തൂർ വിട്ടിട്ട് നാട്ടിലേക്ക് മടങ്ങി വന്നു. അങ്ങനെ ഒരു ദിവസം ഷാജിദയുടെ ഭർത്താവ് ആ കടുങ്കൈ ചെയ്തു, കയറിൽ തൂങ്ങി. ഷാജിദയ്ക്ക് എന്താ പറയാനുള്ളത് എന്ന് കേട്ടിട്ട് വരാം. പഠിക്കാനെന്ന് വെച്ചാല് തെറ്റുകാരനെ പുറത്ത് എടുത്തു ചാടി ചെയ്ത ഒരു കാര്യമാണ്. എടുത്തു ചാടി എന്നെ പറയാൻ പറ്റുള്ളൂ. എടുത്തു ചാടി എന്നെ ഓർക്കട്ടെ, എൻ്റെ മക്കളെ ഓർക്കായിരുന്നു. എൻ്റെ മക്കളെ ഓർക്കാണ്ട് ചെയ്ത കാര്യമാണ്. എടുത്തു ചാടി ഒരു വാശിൻ്റെ പുറത്ത് ആൾ സൂസൈഡ് ചെയ്തതാണ്. സൂസൈഡായിരുന്നു, ആൾ സൂസൈഡ് ചെയ്തു. നഷ്ടം എന്താ പറയുക, മക്കളിനെ ഓർത്തില്ല. നമ്മളെ ഓർത്ത് ഇല്ലെങ്കിൽ പോലും അവളെ അങ്ങനെയൊക്കെ നമ്മളുടെ ഇല്ലെങ്കിൽ പോലും അവളെ അങ്ങനെയൊക്കെ നമ്മളുടെ കൂടെ കഷ്ടത്തിലും എല്ലാത്തിനും നമ്മുടെ കൂടെ സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ടല്ലോ. 5 മക്കളെ നമ്മൾ അവളുടെ അടുത്ത് വിട്ടിട്ട് പോവുകയാണല്ലോ. അല്ലെങ്കിൽ അവർക്കുള്ള ഉത്തരവാദിത്തങ്ങൾ ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. അല്ലെങ്കിൽ മക്കൾക്കും ഞാനൊന്നും ചെയ്തിട്ടില്ല. അവളിത്രയും കാരണം എനിക്ക് എൻ്റെ വീട്ടിൽ നമ്മൾ സാധാരണ കുടുംബമാണ്, സാധാരണ ഒരു ഇതാണ്. അപ്പോൾ ഒരു വാശിൻ്റെ പുറത്ത്, ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത്, ഒരു തെറ്റിദ്ധാരണൻ്റെ പുറത്ത് എടുത്തു ചാടി ഓരോന്ന് ചെയ്യാന്ന് പറയല്ലേ. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്കും മൂപ്പിച്ച് കൊടുത്തിട്ടുള്ള ഒരു സംഭവത്തിൻ്റെ പുറത്ത് ചെയ്യണ പ്രവൃത്തികളാണത്. അതിൻ്റെ പിന്നിൽ ഇത്രയും എന്താണ് നമ്മുടെ കൂടെ ഇത്രയും വർഷം കൂടെ കഷ്ടപ്പെട്ട് കൂടെ നിന്നവരനെ ഓർക്കുക, അല്ലെങ്കിൽ പാവം മക്കളിനെ ഓർക്കുക, അങ്ങനെ ഒന്നും ചെയ്യാണ്ട് ആളുടെ സേഫ് നോക്കി ആള് പോയി. അത്രയും ഞാൻ പറയുള്ളൂ. പക്ഷെ ഇക്കാണ് ഞാനൊരിക്കലും കുറ്റം പറയില്ല. എന്നിക്ക ഞങ്ങളെ 14 വർഷമാണെങ്കിലും കൂടെ നല്ലപോലെ സ്നേഹിച്ച് കൂടെ എന്നെ മക്കളിനെ വാടകയ്ക്കാണെങ്കിൽ പോലും നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ട് കേട്ടോ. നോക്കി കൂടെ കഷ്ടമാണെങ്കിൽ പോലും നമ്മൾ ജീവിച്ച് പോന്നിട്ടുണ്ട്. എല്ലാത്തിനും ഞാൻ സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ട്. ഞാൻ സപ്പോർട്ടായിട്ട് നിന്നിട്ടില്ല എന്ന് ഒരിക്കലും ആരും പറയാൻ പറ്റില്ല. കാരണം അത്രയും ഞാൻ സഹിച്ചിട്ടുണ്ട്. ഞാൻ ജീവിച്ചത് അല്ലെങ്കിൽ ഞാൻ അവരുടെ കൂടെ നമ്മുടെ ലൈഫ് നമുക്കറിയുള്ളൂ. എൻ്റെ കഷ്ടം എൻ്റെ ജീവിതം എങ്ങനെ ആയിരുന്നു എന്ന് എനിക്കാണ് അറിയുള്ളൂ. അത് മറ്റൊരാൾക്ക് പറയാൻ പറ്റില്ല. വേറൊരാൾക്ക് എന്തും പറയാം. അവൾ അങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണ്, അവൾ ഇതാണ് എന്നൊക്കെ പുറമുള്ള ആൾക്കാർക്ക് എന്ത് വേണമെങ്കിലും വിളിച്ച് പറയാൻ പറ്റും. അപ്പൊ ആ 5 മക്കളെയും കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് മുന്നോട്ട്. ഒരു കണക്കിന് ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ആത്മഹത്യ ഒരിക്കലും ഒരു പരിഹാരമാകുന്നില്ല. അത് ഉചിതമായിട്ടുള്ളൊരു പ്രവൃത്തിയുമല്ല. ഒരു കണക്കിന് എല്ലാവരും തന്നെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അതല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വലിയ പുറത്തു പറയാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ സാഹസത്തിനൊക്കെ മുതിരുകയുള്ളൂ. എന്തായാലും ആ കുടുംബത്തിലെ ഗൃഹനാഥനല്ലാതെ ആ ഷാഹിദയ്ക്ക് ഭർത്താവില്ലാതെ എന്ത് ചെയ്യണം? അത് വഴിയാധാരമായ ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ. പിടിച്ചു നിൽക്കാനായിട്ട് യാതൊരു വഴിയുമില്ല. അങ്ങനെ വളരെ വിഷമകരമായിട്ടുള്ളൊരു സ്ഥിതിയിലാണ് ഇന്ന് അവരുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത്. വളരെ കഷ്ടമേറിയ ജീവിതമാണ് അവർക്ക് ഇനി മുമ്പോട്ടുള്ളത്. ഈ കുഞ്ഞുങ്ങളെയും വെച്ചിട്ട് പുറത്തു പോയിട്ട് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഷാജിദയ്ക്ക്. അങ്ങനെയാണ് ഈ വീട്ടിൽ നിന്നും തന്നെ ചെയ്യാൻ പറ്റുന്നൊരു തൊഴിലിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഷാഹിദ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അതിൽ മിക്കവാറും ദിവസങ്ങളിൽ നല്ല വീഡിയോസും ഷോർട്സും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുമുണ്ട്. ചാനൽ നല്ല രീതിയിൽ വരാനായിട്ട് എല്ലാവർക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. പിന്നീട് പറയാനുള്ളത്,
ഈ ടോപ്പിക്ക് കണ്ടപ്പോഴേക്കും അടുത്ത കാലത്ത് ഒരുപാട് പേർക്ക് സാധാരണമായിട്ട് കാണുന്ന ഒരു പ്രവണതയാണ് ഈ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഒക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ആത്മഹത്യാ ശ്രമവും ആത്മഹത്യയും ധാരാളം ഇത് ചുറ്റിലും കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. എന്തു വന്നാലും തന്നെ ജീവിതത്തിലെ വിഷമസന്ധികൾക്ക് ആത്മഹത്യ അല്ല പരിഹാരം. സമ്മർദ്ദങ്ങൾ അതിജീവിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു ആശങ്ക ഉണ്ടാകുമ്പോൾ ഉറപ്പായിട്ടും മാനസിക ആരോഗ്യ വിദഗ്ധരുടെ സഹായം തേടി ഇതിനെ അതിജീവിക്കുവാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് ഈ 1056 എന്ന നമ്പർ വിളിച്ചിട്ട് ആശങ്കകൾ പങ്കുവയ്ക്കാനായിട്ട് ശ്രമിക്കുക. അതിൽ ദിശ എന്ന ഒരു സാമൂഹിക സംഘടനയുടെ വിദഗ്ധരായ ട്രെയിനിങ് ലഭിച്ച കൗൺസിലേഴ്സുമായിട്ടൊക്കെ ഫോൺ വഴി ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ള ആളുകളെ സഹായിക്കാനായിട്ട് 24 മണിക്കൂറും സന്നദ്ധരായി നിൽക്കുന്ന വോളണ്ടറിമാരൊക്കെ ഉണ്ട്. കാരണം പ്രശ്നങ്ങളില്ലാത്ത ജീവിതമില്ല. എപ്പോഴും പറയാറുള്ളത് പോലെ തിരമാലകൾ ഒഴിഞ്ഞ് കടലില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ജീവിതം. എപ്പോഴും പ്രശ്നങ്ങൾ ഒരുപാട് അതിജീവിക്കുവാനും എല്ലാവർക്കും ആരും തന്നെ പ്രശ്നങ്ങളില്ലാത്തവരായിട്ട് ഈ ഭൂമിയിൽ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. പക്ഷേ അത് അതിജീവിക്കുവാനുള്ള മനസ്സിൻ്റെ തൻ്റെ ഇടവും അതിൽ കഷ്ടപ്പെടാനും അത് കണ്ട് പകച്ചു നിൽക്കുവാനോ പേടിക്കുകയോ ചെയ്യാതെ അതിനെ തരണം ചെയ്യാനുമായിട്ടുള്ള ഒരു മനസ്ഥിതിയും അതിനു വേണ്ടിയിട്ട് കുടുംബക്കാരെയൊക്കെ വിഷമത്തിൽ ആഴ്ത്താതെ അതിനുള്ള പരിഹാരങ്ങൾ തേടുക. ഇതുപോലെയുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാതെ വളരെയധികം സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധിച്ചിട്ട് മുൻകരുതലുകളൊക്കെ ആവശ്യത്തിന് എടുക്കുക. ആ കടങ്ങളുടെ പിറകെ അത് തീർക്കാനായിട്ട് ഈ സ്ഥാപനങ്ങളിൽ നിന്നും ലോൺ എടുക്കുന്നതാണ് പലരെയും ചെന്ന് കുഴിയിൽ ചാടിക്കുന്നത്. അവരുടെ പലിശയൊക്കെ സാധാരണക്കാർക്കൊക്കെ താങ്ങാൻ പറ്റാത്ത കാരണം ഒരു അത്യാവശ്യം എന്ന് പറഞ്ഞ് വരുമ്പോഴേക്കും എല്ലാവരും മുന്ന് പിന്നെ ആലോചിക്കാതെ എങ്ങനെയെങ്കിലും അതൊക്കെ കൊടുത്തു തീർക്കാനായിട്ട് വേറെ വഴികളൊന്നും കാണാതെ ആകുമ്പോഴാണ് ഇങ്ങനത്തെ സ്ഥാപനങ്ങളെയൊക്കെ ആശ്രയിക്കുന്നത്. അപ്പോൾ അതുതന്നെയാണ് ഈ സ്ഥാപനങ്ങളുടെ ലക്ഷ്യവും. എത്ര തന്നെ അടവ് തിരിച്ച് കൊടുത്താലും അതൊക്കെ പലിശയുടെ വകയിൽ ഈ പലരും അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് മുതൽ അങ്ങനെ തന്നെ ഇരിക്കുന്നതായിട്ട് സാധാരണ എനിക്ക് പരിചയത്തിലുള്ള ധാരാളം പേര് ഈ പ്രശ്നങ്ങൾ പറഞ്ഞ് വരാറുണ്ട്. ആത്മഹത്യക്ക് ശ്രമിച്ചവർ തന്നെയും ധാരാളമുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ സൈക്കോളജിസ്റ്റും ഇതുപോലത്തെ കൗൺസിലേഴ്സും ഒക്കെ ഒരുപാട് കൗൺസിലിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ഒരുപാട് പേരെ ജീവിതത്തിലേക്ക് തിരിച്ച് കൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ട്. പിന്നീട് അവർ വേറെ വഴിമാറി ജോലിയിൽ ഒക്കെ കയറിയിട്ട് ഒരുപാട് പേര് സന്തോഷത്തോടു കൂടി ഇന്നും കുടുംബത്തിനോടൊപ്പം ജീവിക്കുന്നവരുമുണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ഒരു പാഠമായിരിക്കാനും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ജീവിതത്തിൽ മുമ്പോട്ട് വിജയകരമായിട്ട് പോകാനുള്ള പ്ലാനിങ് ഒക്കെ ചെയ്തിട്ട് അതിനെ അനുസരിച്ചിട്ട് പ്രവർത്തിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കണ്ടപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത്. അതുപോലെ ഇനിയും ഇതുപോലുള്ള പ്രധാന ടോപ്പിക്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.